സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ കടയുടെ മുമ്പിൽ എഴുതി വെച്ചേക്കാണ് ഫോർട്ടിഫൈഡ് ആട്ട, ഫോർട്ടിഫൈഡ് റൈസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കടക്കാരടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഫോർട്ടിഫൈഡ്? അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതെന്ന് പറയുന്നുണ്ട്. വേറൊന്നും ആൾക്കറിയില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്താണ് ഫോർട്ടിഫൈഡ് എന്നുള്ളത് പല സാധാരണക്കാർക്കും ലേമേനും അറിയില്ല. ചിലർക്ക് കേട്ടുപിടിക്കേണ്ടവരും, പക്ഷേ ഭൂരിപക്ഷത്തിന് ചാൻസ് കുറവാണ്. അപ്പോൾ അതിന് തന്നെ എന്താണ് ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുതരാം. FORT, അതൊരു ഫോർട്ട്, FORT. അതിൻ്റെ അർത്ഥം കോട്ട എന്നാണ്, അല്ലെങ്കിൽ ബാരിയർ, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ്. നമുക്കറിയാം ഈസ്റ്റ് ഫോർട്ട്, കിഴക്കേ കോട്ട, വെസ്റ്റ് ഫോർട്ട്, പടിഞ്ഞാറേ കോട്ട. അപ്പോൾ അത് കോട്ട എന്നുള്ളതാണ് FORT. ഇനി ഇവിടെ പറയുന്ന ഫോർട്ടിഫിക്കേഷൻ FORTE ആണ്. അതിൻ്റെ അർത്ഥം മോർ, ആഡഡ്, കോൺസെൻട്രേറ്റഡ് എന്നൊക്കെയാണ്. ചില ഗുളികകൾ നോക്കി അതിൻ്റെ സ്ട്രിപ്പിൽ എഴുതിയിട്ടുണ്ടാവും, ഗുളികയുടെ പേരുണ്ടാവും, അതിൻ്റെ അവസാനം ഫോർട്ട് എന്ന്, അതായത് കോൺസെൻട്രേറ്റഡ് ഫോം എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിതിലേക്ക് തിരിച്ചു വരാം. എന്താണ് ബയോ ഫോർട്ടിഫിക്കേഷൻ? അതായത് ബ്രീഡിങ് ക്രോപ്സ്, പുതിയ പുതിയ ക്രോപ്സ് ഉണ്ടാക്കുക. എങ്ങനെ? വിത്ത് ഗുഡ് ക്വാളിറ്റി ന്യൂട്രിയൻസ്. അതാണ് ഈ ബയോ ഫോർട്ടിഫിക്കേഷൻ. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഈ ഫോർട്ടിഫൈഡ് റൈസ്, ഫോർട്ടിഫൈഡ് വീറ്റ്. അതുപോലെ 2000 നമുക്ക് ഫോർട്ടിഫൈഡ് മെയ്സ് വന്നിട്ടുണ്ട്, ചോളം. വെജിറ്റബിൾസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, സ്പൈനാച്ച് അല്ലെങ്കിൽ സ്പിനാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, അതുപോലെ വാട്ടർമെലോണിൽ ചില ഐറ്റംസ്, അതൊക്കെ ഇപ്പോൾ ഫോർട്ടിഫൈഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫോർട്ടിഫൈഡ് അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷനിൽ ചെയ്യണത്? ഇതിൽ 4 ഐഡിയ ആണ് ബേസിക്കായിട്ട് വരുന്നത്. ഒന്ന്, ഇൻക്രീസ് ഇൻ ദ ക്വാളിറ്റി കൂട്ടുക. അപ്പോൾ അത് വിറ്റാമിൻസ് ഇൻക്രീസ് ചെയ്യുക, നല്ല ഹെൽത്തി ഫാറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, നല്ല പ്രോട്ടീൻസ് എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ അമിനോ ആസിഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതുപോലെ ഫൈബേഴ്സ്, ഇത്തരം കാര്യങ്ങൾ ആ പുതിയ ക്രോപ്സിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നാച്ചുറലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതാണ് അതിൻ്റെ ബേസ്. ഇതിന് പല സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളും സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസികളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസികളും വർക്ക് ചെയ്യുന്നുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള 1-2 പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇത് നമ്മുടെ വീറ്റ് ഫ്ലോർ, ഫോർട്ടിഫൈഡ് വീറ്റ്. ഇത് നമുക്ക് റേഷൻ ഷോപ്പിൽ കിട്ടും. അത് കമ്പാരിറ്റീവ്ലി വളരെ കോസ്റ്റ് കുറവാണ്, വളരെ ലെസ് എമൗണ്ട് നമുക്ക് കിട്ടും. ഈ ഫോർട്ടിഫൈഡ് ആട്ടയിൽ നമുക്കുള്ളത് വിറ്റാമിൻ B12 എക്സസീവ്നെസ് ഉണ്ട്, അയണിൻ്റെ ഉണ്ട്, ഫോളിക് ആസിഡിൻ്റെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ഫോർട്ടിഫൈഡ് റൈസ്. ഇത് നമുക്ക് റേഷൻ പീടികയിലും കിട്ടും, മറ്റ് കടകളിലും കിട്ടും. റേഷൻ പീടികയിൽ കമ്പാരിറ്റീവ്ലി ലോവർ റേറ്റിന് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, വെള്ളമണികളുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, വെള്ളമണികൾ. ഈ വെള്ളമണികളാണ് ശരിക്കും ഫോർട്ടിഫൈഡ് റൈസ്. ഇതിലും ബേസിക്കായിട്ട് അയൺ കണ്ടൻറ്റ് കൂടുതല. അപ്പോൾ ഇതിൻ്റെ മെച്ചം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് മിനിമം എമൗണ്ടിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 കിലോ ആട്ടയ്ക്ക് 10 രൂപ, 15 രൂപ, 17 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാം. അങ്ങനെ ഏറ്റവും ചീപ്പർ റേറ്റിൽ പബ്ലിക് ഹെൽത്തി ഫുഡ് കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ബയോ ഫോർട്ടിഫിക്കേഷൻ വഴി എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ വളരെ ഹെൽത്തിയാണ്. 4 കണ്ടൻ്റാണ് ബേസിക്കായിട്ട് വരിക. ഒന്ന്, അതിൽ ക്വാളിറ്റി പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഫാറ്റ്സ് വരാം, അതുപോലെ തന്നെ ഫൈബേഴ്സ് വരാം, പിന്നെ വിറ്റാമിൻസ് എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ അതിലുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള വാക്കാണ് ഈ ബയോ ഫോർട്ടിഫിക്കേഷനും ഫോർട്ടിഫൈഡ് റൈസ്, ഫോർട്ടിഫൈഡ് വീറ്റ്, അതുപോലെ ഫോർട്ടിഫൈഡ് വെജിറ്റബിൾസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഫോർട്ടിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.